ഹലോ, നമുക്കിന്നൊരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാം. അതിൻ്റെ പേര് പാൽപുട്ട്. ഇത് കൂർക്കുകാർ ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ് പാൽപുട്ട്. ഇതിലൂടെ അവർ എന്തെങ്കിലും ഇറച്ചിക്കറി, ചിക്കൻ കറിയോ ബീഫ് കറിയോ എന്തെങ്കിലും ചേർത്താണ് ഇത് കഴിക്കുന്നത്. പക്ഷേ ഇത് നമുക്ക് ഈവനിങ് സ്നാക്കായിട്ട് ഉപയോഗിക്കാം. ഇത് പുട്ടുപൊടി, പാല്, തേങ്ങ ചിരകിയത്, ഒരല്പം പഞ്ചസാര, ഉപ്പ് ഇത്രയും ചേർത്ത് മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്നത്. അതിൻ്റെ കറക്റ്റ് സമയത്തിനകത്ത് മിക്സ് ചെയ്ത് ഉണ്ടാക്കി വട്ടയപ്പം പോലെ ഒരു സ്റ്റീൽ പാത്രത്തിൽ കോരി വെച്ച് ഉണ്ടാക്കുന്ന ഒരു സ്നാക്കാണിത്. നമുക്ക് നോക്കാം ഇതിൻ്റെ രീതികൾ എന്തൊക്കെയാണെന്ന്. ഇതിൻ്റെ ചേരുവ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു കപ്പിന് 1 കപ്പ് പുട്ടുപൊടി, തരിയുള്ള പുട്ടുപൊടി. അതുപോലെ ഒരു 1.5 കപ്പ് പാൽ ആദ്യം ചേർക്കണം. ഇത് ഈ പുട്ടുപൊടിയിൽ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് 1/4 കപ്പ് തേങ്ങ ചിരകിയത് കൂടെ ചേർത്ത് മിക്സ് ചെയ്യണം. വീണ്ടും ഷുഗർ, നമ്മുടെ പഞ്ചസാരയും അതുപോലെ തന്നെ ഒരു ചെറിയ സ്പൂൺ ചേർത്താൽ മതി, ഒരുപാട് വേണ്ട. ഇത് കറി കൂട്ടി കഴിക്കുന്നതാണ്. കൂടുതൽ ചേർത്താൽ നമുക്ക് കറിയൊന്നും ഇല്ലാതെ തന്നെ വട്ടയപ്പം പോലെ തന്നെ കഴിക്കാം. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ചേരുവകൾ. നമുക്കിപ്പം ഇതിലേക്ക് മിക്സിങ്ങിലോട്ട് കടക്കാം. ഇതിലേക്ക് ഈ കപ്പിന് 1 കപ്പ് പുട്ടുപൊടി, ഇതിലേക്ക് 1.5 കപ്പ് പശുവും പാലാണ്, ഇതിൻ്റെ മിൽമായുടെ പാലാണ്. 1.5 കപ്പ് ഞാൻ 2 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. വേണ്ടി നമുക്ക് അല്പം കൂടെ ചേർക്കേണ്ടി വരും. അല്പം ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം. ഇതിലേക്ക് ഒരു 3/4 കപ്പ്, അപ്രോക്സിമേറ്റ് 1 കപ്പോളം തേങ്ങ ചിരകിയത്, മതിയാവും. ഇതും കൂടി ഇതിലേക്ക് ചേർക്കുക. ഇതെല്ലാം കൂടെ യോജിപ്പിച്ച് 1/2 മണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിലൊരു സാധനം കൂടി ചേർക്കണം. ഇത് കറി കൂട്ടി തിന്നുന്നതായിട്ടാണ് ഞാൻ മറ്റൊരു വീഡിയോയിൽ കണ്ടതാണ്. അപ്പോൾ നമുക്കൊരു ചെറിയ സ്പൂൺ പഞ്ചസാര ചേർക്കാം. അതിൻ്റെ ടേസ്റ്റിന് വേണ്ടി മാത്രം മതി, ഇത്രയും മതിയാവും. എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരല്പസമയം ഇരിക്കട്ടെ. ഈ പുട്ടുപൊടി തരിയുള്ളതാണല്ലോ, പുട്ടുപൊടി കുതിരണം. ഞാനിവിടെ അജ്മയുടെ പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുമ്പോൾ 1 ഗ്ലാസ് പൊടിക്ക് 1 ഗ്ലാസ് വെള്ളം ചേർത്ത്, ഇത് ഏറെക്കുറെ പാലാണ് ചേർത്തിരിക്കുന്നത്. ഇതൊന്ന് കുതിരട്ടെ. ഇത് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് നമുക്ക് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കണം. തേങ്ങാപ്പര ഇടുന്ന പാത്രമാണ്, അതിൽ നെയ്യ് തടവിയിട്ടുണ്ട്. ഇതുപോലെ ബാക്കി 1.5 കപ്പ് പാലാണ് ചേർത്തത്. അത് കുതിർന്ന് വന്നപ്പോഴത്തേക്കും പോരാ, അതുകൊണ്ട് വീണ്ടും ഞാൻ 1/2 കപ്പ് പാലും കൂടെ ചേർത്തു. നിരത്തി കൊടുക്കാം. ഇത് നമുക്ക് അടച്ച് വെച്ച് 15 മിനിറ്റ് വേവിക്കാം. ഒരു 5 മിനിറ്റ് ഹൈ ഫെയറിലും പിന്നെ ഒരു 10 മിനിറ്റ് ലോ ഫെയറിലും ഇരുന്നാൽ മതി. ഇപ്പോൾ നമുക്കിത് അടയ്ക്കാം. രുചികരമായ പാൽപുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കഴിച്ച് നോക്കാം. ടേസ്റ്റിയാണ് തോന്നുന്നു. കഴിക്കട്ടെ. നല്ല രുചിയുണ്ട്. ഇത് ചിക്കൻ കറിയോ ബീഫോ ഒക്കെ കൂട്ടി കഴിക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ തന്നെയും വെറുതെ കഴിക്കാനും നല്ല ചെറിയ മധുരം ഉണ്ട്, രുചികരമാണ്. അപ്പോൾ
ഇത് ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, ട്രൈ ചെയ്യൂ. പെട്ടെന്ന് ഉണ്ടാക്കാം. നമുക്ക് വട്ടയപ്പം പോലെ തന്നെ ഉപയോഗിക്കുകയും ചെയ്യാം, അല്ല കറി കൂട്ടി കഴിക്കുകയും ചെയ്യാം. അപ്പം ശരി, ബാക്കി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നാൽ അഭിപ്രായങ്ങളും അറിയിക്കണം. ഓക്കെ.